അടുത്തതായിട്ട് പെൻഷൻ ആൻഡ് സേഫ്റ്റി നെറ്റ്. ഗവൺമെന്റ് എത്ര നമുക്ക് തരുന്നു എന്നും അതെങ്ങനെ തരുന്നു എന്നും നമുക്കറിയാം. നിങ്ങൾ സ്ക്രീനിൽ നോക്ക്, എത്ര കുറവാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്നതെന്ന്. ഇനി അടുത്തത് ലോ ആൻഡ് ഓർഡർ. ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് പ്രകാരം ഈ അടുത്ത് കേരളമാണ് ദ ടോപ്പ് മോസ്റ്റ് ഇൻ എവറി ഫീൽഡ്. അത് പോലീസിന്റെ അക്കൗണ്ടബിലിറ്റി ആയിക്കോട്ടെ, നമുക്ക് അവരോടുള്ള ആക്സസിബിലിറ്റി ആയിക്കോട്ടെ, ട്രാൻസ്പെറൻസി ആയിക്കോട്ടെ, മറ്റുള്ള ലീഗൽ എയ്ഡ് സർവീസുകൾ ആയിക്കോട്ടെ. ഇവിടെ ഒരു ജനതയും കേസ് കൊടുക്കാൻ അറിയാതെ, കേസ് കൊടുക്കാൻ പറ്റാത്ത, പൈസ ഇല്ലാത്ത മൂലം കേസ് കൊടുക്കാതിരിക്കില്ല, പ്രോപ്പർ ആയിട്ടുള്ള ചാനൽ വഴി പോയാൽ. എന്നാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അതല്ല സ്ഥിതി. നിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ റിലേഷൻ ഉണ്ടോ, അതായത് നിങ്ങൾക്ക് ഉന്നതമായിട്ടുള്ള രാഷ്ട്രീയ കണക്ഷൻസ് ഉണ്ടോ, നിങ്ങൾക്ക് പൈസയുണ്ടോ, നിങ്ങൾ സമൂഹത്തിലെ ഉന്നത ജാതിയിലുള്ള ഒരാളാണോ, യു വിൽ ബി ട്രീറ്റഡ് വെൽ. അല്ലെങ്കിൽ there won't be any treatment, there won't be any justice. നിങ്ങൾ ഒരു സ്റ്റേറ്റ് കമ്മീഷന്റെ അല്ലെങ്കിൽ ഒരു മറ്റുള്ള ഡിസ്ട്രിക്ട് കോർട്സിന്റെ ഒരു ഓർഡർ സെർച്ച് ചെയ്യണം, നിങ്ങൾക്ക് കേസ് സ്റ്റാറ്റസ് വേണം, എന്തായെന്നറിയണം. നടക്കില്ല, അത് ഓൺലൈനിൽ അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ആ ഡാറ്റ ട്രൂ അല്ല, ട്രാൻസ്പെറന്റ് അല്ല. എന്നാൽ കേരളത്തിൽ അതല്ല സ്ഥിതി. ഇനി അടുത്തത് ഡിജിറ്റൽ ലിറ്ററസി. നിങ്ങൾ എത്ര പേര് അറിഞ്ഞു എന്നറിയില്ല, കേരളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് 100% ലിറ്ററസി കൈവരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഒരു 70+ അല്ലെങ്കിൽ ഒരു 75+ ആയിട്ടുള്ള ആരോട് വേണമെങ്കിലും വാട്സപ്പ് എങ്ങനെ യൂസ് ചെയ്യാം, കേരളത്തിൽ അറിയാം, അവർക്കറിയാം ഏകദേശം. എന്നാൽ സ്ത്രീകൾക്ക് ഇന്റർനെറ്റ് അവെയിൽ ചെയ്യാൻ പറ്റാത്ത ബാൻഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഉണ്ട്, വില്ലേജസ് ഉണ്ട്, ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട് ഇന്ത്യയിൽ.